എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരു കുഞ്ഞ് രാഖി എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നോക്കാം. നമ്മൾ സിമ്പിളായിട്ട് ഒരു ഡബിൾ ക്രോഷ്യേൻ്റെ ഒരു സിംഗിൾ റൗണ്ട് വെച്ചിട്ട് എങ്ങനെ നമുക്കൊരു രക്ഷാബന്ധനം ചെയ്യാൻ നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ബ്ലൂ കളർ ആക്രിലിക് ആണ് 3mm ക്രോഷ്യ ഹുക്കാട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. അതൊരു മാജിക് റിങ് ചെയ്തു, 3 ചെയിൻസ് ഇട്ടു, പിന്നെ ഒരു 19 ഡബിൾ ക്രോഷ്യേസ് ചെയ്യാം. നമ്മൾ സിമ്പിൾ ഒരു റിങ് ആട്ടോ, ഒരു ബിഗിനറായ ഒരു ചെറിയ മക്കൾക്കൊക്കെ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്നൊരു പാറ്റേൺ, അത്രയേ ഉള്ളൂ. ജസ്റ്റ് വെറുതെ ഒന്ന് ചെയ്തു നോക്കിയെന്നേ ഉള്ളൂ. വെറുതെ ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ടൊന്ന് ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. ഒരു 20 ഡബിൾ ക്രോഷ്യ മോള് പറഞ്ഞിട്ടും അവൾക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ്, ഫ്രണ്ട്സിന് കെട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞിട്ട് സിമ്പിളായിട്ട് ഒരു രക്ഷാബന്ധനം ചെയ്തതാട്ടോ. നമുക്ക് അതിന് വേണ്ടി നമ്മൾ ആദ്യം ഒരു മാജിക് റിങ് ചെയ്യുക. നമ്മൾ നോർമൽ 3 ചെയിൻസ് ഇട്ടു, ഡബിൾ ക്രോഷ്യേസ് ചെയ്യുക. ആ റിങ്ങിൻ്റെ ഉള്ളിൽ നമ്മൾ 20 ഡബിൾ ക്രോഷ്യേസ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു റൗണ്ട് സിംഗിൾ ക്രോഷ്യ കൊടുത്തിട്ടും എൻഡ് ചെയ്യാം. ഞാനാകെ ഈ ഒരു സിമ്പിൾ ബട്ടൺ വെച്ചിട്ട് ചെയ്തിട്ടുള്ളൂ. നമുക്ക് നോക്കാം. അങ്ങനെ ഓരോ ഡബിൾ ക്രോഷ്യേസ് ചെയ്യുക. നമ്മൾ ആദ്യം യാണ് ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് സെൻറ്ററിൽ കൂടെ ആ സർക്കിളിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തിട്ട് 3 ലൂപ്സ് കിട്ടും. അപ്പോൾ ആദ്യത്തെ 2 ലൂപ്പ് കൂടെ എടുക്കുക, പിന്നത്തെ 2 ലൂപ്പ് കൂടെ എടുക്കുക. അങ്ങനെയാണ് നമ്മൾ ഓരോ ഡബിൾ ക്രോഷ്യേസും ചെയ്തെടുക്കുന്നത്. അങ്ങനെ നമ്മൾ 20 ഡബിൾ ക്രോഷ്യേസ് ചെയ്തെടുത്തിട്ട് 2 സൈഡിലും ഒരു 15 ചെയിൻസ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മൾ 20 ഡബിൾ ക്രോഷ്യേസ് ഇത് അവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ആ സെൻറ്ററിലുള്ള എക്സസ് യാൺസൊക്കെ നല്ല ടൈറ്റാക്കി വലിച്ചെടുത്ത് ആ റിങ് ഇതാ ക്ലോസ് ചെയ്തിട്ട് എക്സസ് ഉള്ളത് കട്ട് ചെയ്ത് കളയുക. നമ്മൾ ആ 3 ചെയിനിലേക്ക് സ്ലിപ്പ് ഇട്ട് ആ റൗണ്ട് ക്ലോസ് ചെയ്തു. ഇനി ഞാനിവിടെ ഒരു 15 ചെയിൻസ് ചെയ്തിട്ട് ആ ഒരു സൈഡ് എൻഡ് ചെയ്തു. ഇനി ഓപ്പോസിറ്റ് സൈഡിൽ നമ്മളൊരു 15 ചെയിൻസ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ, ഒരു സിമ്പിൾ രക്ഷാബന്ധനം. അത്ര സെൻറ്ററിൽ വേണേൽ നിങ്ങൾക്ക് സ്റ്റോണോ എന്തെങ്കിലും വെക്കാം കേട്ടോ. ഞാനൊന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒരു സിമ്പിൾ രക്ഷാബന്ധനം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഒന്ന് ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് പറഞ്ഞു തന്നേ ഉള്ളൂ. നിങ്ങളുടെ ഐഡിയയിൽ നിങ്ങൾക്ക് എന്ത് ചേഞ്ചസും ഇതിൽ വരുത്താം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു പാറ്റേണിൽ മറ്റൊരു ദിവസം കാണാം. അതുവരെ താങ്ക് യു.